മനസ്സിലാക്കുക, ഇന്ത്യ എന്ന് പറഞ്ഞ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഫാർമസ്യൂട്ടിക്കൽ, അമേരിക്കയുടെ 40% ജനറിക് ഫാർമ സാധനങ്ങളൊക്കെ ഇന്ത്യയിൽ നിന്ന് പോകുന്നു. അതേപോലെ GCC രാജ്യങ്ങൾ, നിങ്ങൾ ദുബായിലോ മിഡിൽ ഈസ്റ്റോ പോയിട്ട് ഒരു മെഡിസിൻ എടുത്ത് നോക്കുക, മാനുഫാക്ചർഡ് ഇൻ ഇന്ത്യ. അതേപോലെ യൂറോപ്പിൽ മറ്റ് പല രാജ്യങ്ങളും നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. പക്ഷെ അവിടെയും ഇവിടെ കൊടുക്കുന്ന ഇന്ത്യൻ കൺസ്യൂമറിന് അവിടെ കൊടുക്കുന്ന നമ്മൾ വ്യത്യാസം സിമ്പിൾ ചോദ്യമാണ്. ബ്രാൻഡഡ് ആണ് ഈ സാധനം. അതായത് ഈ ഇൻഡസ്ട്രിയുമായിട്ട് പഠിക്കുന്നവർക്ക് മാത്രമേ കുറച്ച് ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ സാധിക്കൂ എന്താണ് ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം. മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവം, ഇന്ത്യൻ ഫാർമാസ്യൂട്ടിക്കൽ സെക്ടർ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ച വലിയൊരു മാഫിയാണ് ഈ സംഭവം. ഡ്രഗ് കൺട്രോൾ സ്റ്റേറ്റിൻ്റെ, നിങ്ങൾക്കറിയാം, ആ പോസ്റ്റിലോട്ട് വരണമെങ്കിൽ എത്ര കോടി കൊടുത്തിട്ടാണ് ആ പോസ്റ്റിലോട്ട്. അതേപോലെ പല ഫാർമ കമ്പനികളുമാണ് ഇതൊക്കെ സ്പോൺസർ ചെയ്യുന്നത്. പല ഡ്രഗ് കേസിലും പല കേസുകളിലും വിജിലൻസ് എൻക്വയറി ഒക്കെ നടത്തി. നിങ്ങൾക്കറിയാം, പല സ്റ്റേറ്റുകളിലൊക്കെ വിജിലൻസ് എൻക്വയറി ഇതൊക്കെ എന്തുവാണ് ഡിസ്പ്രപ്പോർഷനേറ്റ് അസറ്റ്. ഇത് അവസാനം ഇവർക്ക് അനുകൂലമായിട്ടേ പോകത്തുള്ളൂ. കാരണം ഹൈലി പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ്ഡ് ആണ് ഈ പറയുന്ന ഡ്രഗുമായി ബന്ധപ്പെട്ട ബ്യൂറോക്രാറ്റ്സും അതേപോലെ തന്നെ പൊളിറ്റീഷ്യൻസ്. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അതായത് ഡീപ്പായിട്ടുള്ള, ഒരിക്കലും അവരെ പറ്റി വിരൽ ചൂണ്ടി ഇവർ അഴിമതി കാണിക്കുന്നുവെന്ന് ഇന്ത്യൻ പത്രങ്ങൾ പോലും പറയാൻ ഭയമാണ്. കാരണം അത്ര ശക്തമാണ് ഈ ലോബി. അവർക്ക് നിങ്ങളപ്പം മനസ്സിലാക്കേണ്ടത്, ഈ അമേരിക്കയിലും ഈ GCC രാജ്യങ്ങളിലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ മരുന്ന് കയറ്റി അയക്കുമ്പോൾ ഇന്ത്യ കൊടുക്കുന്ന രണ്ടും വ്യത്യാസമുണ്ട്. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഈ ഡൽഹിയുടെ അടുത്ത് ഇഷ്ടം പോലെ ഈ ലോക്കലായിട്ട് മരുന്നുകളുണ്ട്, ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട്. കാരണം അവർ ഔട്ട്സോഴ്സ് കിട്ടിയേക്കണം പല കമ്പനികളുടെ കൊടുത്തിട്ട് ഇന്ത്യയിൽ കൊടുക്കാൻ വേണ്ടി. അപ്പോഴീ അമേരിക്കയിലും മറ്റുള്ള രാജ്യങ്ങളിലും അതാണ് വ്യത്യാസം, അതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. അപ്പോൾ അവർ പറയും ഇന്ന കമ്പനിയിൽ നിന്ന് സാധനങ്ങൾ എക്സ്പോർട്ടിങ്ങിന് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അമേരിക്കൻ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് അവർ പറയും, അവർ പോയി അവർ ഇന്ന ലാബിൽ കൊടുത്ത് അത് ടെസ്റ്റ് ചെയ്യണം സാമ്പിളായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം.